സംസ്ഥാനത്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതുപോലെ ഒരു മയവുമില്ലാതെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ചില മാറ്റങ്ങളുണ്ട്. 3 ജില്ലകളിലാണ്, അതായത് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതുപോലെ പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെയുള്ള 9 ജില്ലകളിൽ നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ അലേർട്ടാണ്. അവിടെ സാധാരണഗതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായ രീതിയിലുള്ള മഴ പെയ്ത ഒരു ദിവസം കൂടിയാണ്. വയനാട് ജില്ലയിലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. നോക്കാം, ഇതുവരെയുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വയനാട് ജില്ലയിലെ തന്നെ ലക്കിടിയിൽ 214 മില്ലിമീറ്ററാണ് മഴ പെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ഏറ്റവും തീവ്രതയോടെ മഴ പെയ്തിരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ലക്കിടിയാണ്. പിന്നെ ഒന്ന് വയനാട്ട് തന്നെയുള്ള തൃക്കൈപ്പട്ട എന്ന് പറയുന്ന പ്രദേശത്ത് 201 മില്ലിമീറ്ററാണ് മഴ പെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് വളാംതോട്. ഈ 3 പ്രദേശങ്ങളും വയനാട് ജില്ലയിൽ തന്നെയാണ്. 192 മില്ലിമീറ്ററാണ് അവിടെ തീവ്രമായിട്ടുള്ള മഴ പെയ്തിരിക്കുന്നത്. ഇത് 3 വയനാടാണ്. ഇനി മറ്റ് സ്ഥലങ്ങളിൽ മഴയുടെ തോത് നോക്കുകയാണെങ്കിൽ 191.5 മില്ലിമീറ്റർ മഴ ലഭിച്ചിരിക്കുന്നത് പാണത്തൂരിലാണ്. അതുകൂടാതെ മറ്റ് പല പ്രദേശങ്ങളിലും നന്നായി മഴ കിട്ടിയിട്ടുണ്ട്. കാപ്പിക്കളത്ത് 184 മില്ലിമീറ്ററാണ് മഴ പെയ്തിരിക്കുന്നത്. ബാണാസുര സാഗറിൽ 183.4 മില്ലിമീറ്റർ. ഇത് ഏതാനും ചില പ്രദേശങ്ങളിലെ കണക്കാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അവിടെ വയനാട് ഉൾപ്പെടെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ വെള്ളക്കെട്ടുണ്ട്. അതിജാഗ്രത വേണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.